ടേസ്റ്റി എന്ന ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഈ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ പറയുന്നില്ല, കാരണം നമ്മൾ അരി കുതിർത്തേണ്ട ആവശ്യമില്ല, പൊടിക്കേണ്ട ആവശ്യം അങ്ങനെ യാതൊരു ആവശ്യമില്ല. പൊടിയെടുക്കുക, കലക്കുക, ഉണ്ടാക്കുക, അത്രയും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. പിന്നെ എളുപ്പമാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിക്കേണ്ട കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അതേ ഗോതമ്പ് എടുക്കുക കേട്ടോ. 1.5 കപ്പ് അളവിൽ ഗോതമ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ കൂട്ടിപ്പൊടിച്ചത് 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏലക്കായ തനിയെ പൊടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് ചിരകിയെടുത്തത് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് അടിക്കുക, എന്ന് വെച്ചാൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത്, പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കര പാവ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. എന്നിട്ട് നല്ല പോലെ പാവ് കാച്ചി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തണുക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അതേ തിളച്ച പാടെ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ പൊടി കലക്കാൻ ആവശ്യത്തിന് വെള്ളം വേണ്ടത് ശർക്കരയിൽ വെച്ച് അതിനനുസരിച്ച് നോക്കിയിട്ട് പാവ് കാച്ചി എടുക്കാം കേട്ടോ. നമുക്ക് കണ്ടാൽ ചെറുതായിട്ട് അറിയാമല്ലോ, അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നല്ല ചുടുവെള്ളം നോക്കിയിട്ട് ഒരു ഗ്ലാസ് അളവിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പോരെങ്കിൽ മാത്രം ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമ്മൾ മാവാക്കിയെടുക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ അപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓരോ കുഴിയിൽ ഒരു 1/2 സ്പൂൺ അളവിൽ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നെയ്യിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുക, ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഓരോ തവി വെച്ചിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ. 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അകും പുറമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ സമയത്ത് നല്ലപോലെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ സാധാ വേറെ അപ്പച്ചട്ടി ആണെങ്കിൽ നല്ല മയം വന്നതാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ടെടുത്തിട്ട് അകമ്പുറം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് 3 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് ഒഴിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്നാലും നമ്മൾ സാധാരണ അരിയൊക്കെ കുഴച്ച് പൊടിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും അടുത്തെത്തില്ലെങ്കിലും ഉണ്ണിയപ്പം പെട്ടെന്ന് കഴിക്കണം എന്ന ആഗ്രഹം വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, എനിക്ക് ഓണത്തിൻ്റെ തിരക്കേണ്ടതിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. പിന്നെ പലരും വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ